ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കീ പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ഇന്ത്യൻ സൈറ്റുകളും അതിൻ്റെ ലൊക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട നദികളുമാണ്. ഫസ്റ്റ് സൈറ്റ് ഹാരപ്പയായിട്ട് ബന്ധപ്പെട്ട നദിയാണ് റിവർ രവി. നമുക്കെപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു പോയിൻ്റാണ്. ഹാരപ്പ പലരും കരുതിയിട്ടുള്ളത് ഇൻഡസിൻ്റെ സൈഡിലാണെന്നാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിവർ ഏതാണ്? ഹാരപ്പ രവിയാണ്. ഇതിനുള്ള കോഡ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രസൻറ്റ് ഡേ പാകിസ്ഥാനിലുള്ള പഞ്ചാബിലാണ് ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഹാരപ്പ ഏത് റിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിവർ രവി. മോഹൻജൊദാരോയായിട്ട് ബന്ധപ്പെട്ട റിവർ ഇൻഡസ് തന്നെയാണ്. ഇതും പാകിസ്ഥാനിലുള്ള സിന്ധിലാണ് മോഹൻജൊദാരോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു റിവറും അതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളും ഒരുമിച്ച് പഠിക്കുന്നതാണ് നല്ലത്. മോഹൻജൊദാരോ, അംറി, കോട്ടിജി, ചാൻഹുദാരോ, ഈ 4 സൈറ്റുകളും ഇൻഡസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനിൽ തന്നെയുള്ള വേറൊരു സൈറ്റാണ് സുത്കജന്തോട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിവറാണ് ദഷ്ട് റിവർ. വളരെ പ്രധാനപ്പെട്ട ഒരു റിവർ സിസ്റ്റമാണ് ഗഗ്ഗാർ റിവർ. ഗഗ്ഗാർ റിവറിൻ്റെ സൈഡിൽ വരുന്നത് കാലിബംഗനാണ്. ഗഗ്ഗാർ ഹക്ര പാലിയോ ചാനൽ, അതായത് ആൻഷ്യൻ സരസ്വതി എന്ന് വിശ്വസിക്കുന്ന റിവറിൻ്റെ അടുത്ത് വരുന്നത് ബനവാലി എന്ന സൈറ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗഗ്ഗാർ റിവറുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റ്സ് പലപ്പോഴായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഗഗ്ഗാർ സിസ്റ്റത്ത് വരുന്ന മറ്റൊരു റിവറാണ് ത്രിശാത്വതി റിവർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റാണ് രാഗിക്കറി. ഇത് ഹരിയാനയിലാണ് വരുന്നത്. ബൊഗാവ റിവറുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റാണ് ലോത്തൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ഗുജറാത്തിലാണ്. ധൊളാവിരയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ലൂണി റിവറാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ലൂണി ബേസിനിൽ വരുന്ന മാൻസാറും മാൻഹാറും, ഈ 2 സീസണൽ സ്ട്രീംസാണ് ധൊളാവിരയുടെ വാട്ടർ സോഴ്സ്. സോ ഈ 3 റിവേഴ്സിൻ്റെ പേരും ഓർത്തിരിക്കണം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ധൊളാവിര ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഖാദിർ ബെട്ട് എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. ലൂണി നദിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സൈറ്റാണ് സുർക്കോട്ടക. ഇതും നമുക്കറിയാം ഗുജറാത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റംഗ്പൂറും ഗുജറാത്തിലുള്ളതാണ്. മദൻ റിവർ എന്നാണ് ഇതിൻ്റെ വാട്ടർ സോഴ്സ്. ഈസ്റ്റേൺ മോസ്റ്റ് ഇൻഡസ് വാലി സൈറ്റാണ് ആലംഗീർപൂർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട നദിയാണ് ഹിന്ദോൺ റിവർ. ചിലപ്പോൾ ഓപ്ഷനിൽ യമുന എന്നും ചോദിക്കാം. കാരണം ഹിന്ദോൺ എന്താണ്? യമുനയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. നമുക്കറിയാം യമുന എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആലംഗീർപൂർ, ഉത്തർപ്രദേശ്, ഹിന്ദോൺ റിവർ. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട സൈറ്റുകളും അത് എക്സ്കവേറ്റ് ചെയ്ത ആർക്കിയോളജിസ്റ്റുകളുടെ പേരുകളുമാണ്. ഒന്നാമത്തെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പോയിൻ്റാണ് ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്തത് ദയാറാം സാഹ്നിയാണ്. മോഹൻജൊദാരോ എക്സ്കവേറ്റ് ചെയ്തത് ബാനർജിയാണ്. ഹാരപ്പയുടെയും മോഹൻജൊദാരോയുടെയും ഒരിക്കലും മറന്നു പോയത്, കാരണം റെഗുലറായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ കാലിബംഗൻ ബി ലാലൻ, BK താപ്പർ ഇവർ ഒരുമിച്ചാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ലോത്തൽ എക്സ്കവേറ്റ് ചെയ്തത് SR റാവോ. ധൊളാവിര RS ബെസ്റ്റ്. ഇത് തിരിഞ്ഞു പോകരുത്, RS ബിഷ്ടും SR റാവോ. നെക്സ്റ്റ് വരുന്നത് രാഗിഖറി, അമേന്ദ്രനാഥ്. ബനവാലി RS ബിഷ്ട് അഗൈൻ. ദെൻ സുർക്കോട്ടക JP ജോഷി. ചാൻഹുദാരോയും അംറിയും ഒരാൾ തന്നെയാണ് എക്സ്കവേറ്റ് ചെയ്യുന്നത്, NG മജുംദാർ. കോട്ട്ദിജി FA ഖാൻ. ആലംഗീർപൂർ YD ശർമ്മ. റംഗ്പൂർ MS വാട്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവർ യൂസ് ചെയ്തിരുന്ന ഡിഫറെൻറ്റ് റോ മെറ്റീരിയൽസും ഇവരെവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. ഒന്നാമത്തത് കോപ്പറാണ്. കോപ്പർ നമുക്കറിയാം ഖേത്രി മൈൻസിൽ നിന്നാണ് ഇവർ കൊണ്ടുവരുന്നത്. ഖേത്രി മൈൻസ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. കോപ്പർ ഖേത്രി മൈൻസ്. നെക്സ്റ്റ് ടിന്നാണ്. ടിന്ന് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ പാർട്ടിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നത്. സോ കോപ്പർ ഖേത്രി മൈൻസ്, ടിൻ അഫ്ഗാനിസ്ഥാൻ. ദെൻ വി ഹാവ് ഗോൾഡ് നമുക്കറിയാം കർണാടകയിലുള്ള കൊളാർ മൈൻസ് ആയിരിക്കാം ഒരു സോഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഇൻഡസ് വാലിയിൽ തന്നെയുള്ള റിവർ ഡെപ്പോസിറ്റ്സും ഗോൾഡിന് സോഴ്സ് ആയിരിക്കാം. സോ ഗോൾഡ് കോളാർ മൈൻസും ഇൻഡസ് റിവർ ഡെപ്പോസിറ്റ്സുമാണ്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് ഇവർ സിൽവർ കൊണ്ടുവന്നിരുന്നത്. അപ്പം ഈ ഒരു പോയിൻറ്റ്സും മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ചെറിയ ചെറിയ സാധനങ്ങൾ ഓർത്തിട്ടില്ലെങ്കിലും ഗോൾഡ്, സിൽവർ, കോപ്പർ, അതുപോലെ ലാപ്പിസ് ലസൂളി
ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ സോഴ്സ് പലപ്പോഴായിട്ട് പല പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ലാപ്പിസ് ലസൂളി എവിടെ നിന്നാണ് ഇവർ സോഴ്സ് ചെയ്തിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനുള്ള ഷോർത്തുഗായിൽ നിന്നാണ് ഇവർ ഇത് ട്രേഡ് ചെയ്ത് വാങ്ങിയിരുന്നത്. ഹാരപ്പൻ ജ്വല്ലറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കാർണീലിയൻ യൂസ് ചെയ്തിട്ടാണ് ഇവർ ബീഡ്സൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇത് ഇവർക്ക് ലഭിച്ചിരുന്നത് ഗുജറാത്തിലുള്ള സൗരാഷ്ട്ര റീജിയണിൽ നിന്നാണ്. കാർണീലിയം പോലെ മറ്റൊരു സെമി പ്രേഷ്യസ് ജ്വല്ലറിക്ക് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലാണ് അഗേറ്റ്. അഗേറ്റും ഗുജറാത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ വേറൊരു സോഴ്സ് കൂടെയുണ്ട്, ഡെക്കാൻ പ്ലാറ്റ്യൂ. സോ കാർണീലിയനും അഗേറ്റും എന്താക്കാൻ പാടില്ല, കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് ചാൽസഡോണിയാണ്. ഇതും അഗെയിൻ ഗുജറാത്ത് റീജിയനാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കുറേ സെമി പ്രേഷ്യസ് സ്റ്റോൺസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഗുജറാത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ സീൽ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഏതാണ്, സോപ്പ് സ്റ്റോൺ, അതായത് സ്റ്റീറ്റൈറ്റാണ്. ഇത് ഇവർക്ക് കിട്ടിയത് ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ നമുക്കറിയാം ഇൻഡസ് വാലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് വരുന്നതാണ്. ഫെയിൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലേ പോലെ ഇരിക്കുന്നൊരു ടൈപ്പ് ഓഫ് സാധനമാണ്. ഇത് ഇവർ ലോക്കൽ റിവർ ഡെപ്പോസിറ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ക്ലേ മിക്സ് ചെയ്യുന്ന പോലെ ഓർത്ത് വെച്ചാൽ മതി. ഇതൊരു ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. ദെൻ വി ഹാവ് ഷെല്ല് നമുക്കറിയാം എന്തായിരിക്കും, കോസ്റ്റൽ റീജിയനിൽ നിന്നായിരിക്കും ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. നമുക്കറിയാം ഗുജറാത്തൊക്കെ ഇവർക്ക് ക്ലോസ് ആണ്. സോ അറേബ്യൻ സീ ആണ് ഒരു സോഴ്സ്. മറ്റൊന്ന് മക്രാൻ കോസ്റ്റ് എന്ന് പറയുന്നത് മഗാൻ, നമുക്കറിയാം ട്രേഡിൽ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. സോ നെക്സ്റ്റ് ഐവറി നമുക്കറിയാം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കുറേ എലിഫൻറ്റ്സ് അവൈലബിൾ ആണ്. സോ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നത് വെച്ച് കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടിമ്പർ എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഹിമാലയൻ ഫുഡ് ഹിൽസ് ഇവർക്ക് കുറച്ച് അടുത്തായിട്ടാണ്. നെക്സ്റ്റ് ഗുജറാത്ത് ഫോറസ്റ്റ്. ഈ 2 സോഴ്സുകളാണ് ടിമ്പറിന് എടുക്കുന്നത്. നെക്സ്റ്റ് ഫൈനലി ലെഡാണ്. ലെഡ് എവിടെ നിന്നാണ് ഒപ്പിക്കുന്നത്, രാജസ്ഥാൻ. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ഡിക്ലൈൻ തിയറീസും അത് ആരാണ് മുമ്പോട്ട് വെക്കുന്നത് എന്നാണ്. ഒന്നാമത്തേത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു തിയറിയാണ് ആര്യൻ ഇൻവേഷൻ തിയറി. ആര്യന്മാർ വന്നിട്ട് ഇവിടെ ഇൻഡിജിനസ് ആയിട്ടുണ്ടായിരുന്ന ഹാരപ്പക്കാരെ എന്താക്കി ഡിസ്പ്ലേസ് ചെയ്തു എന്നാണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് മോർട്ടിമർ വീലർ. ഇദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു, നമുക്കറിയാം. സോ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന വേർഡ് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് മോർട്ടിമർ വീലർ എന്നുള്ള പേര് വരണം. ഓക്കെ, ആര്യൻ ഇൻവേഷൻ തിയറി ബൈ മോർട്ടിമർ വീലർ. നെക്സ്റ്റ് പറയുന്നത് എൻവിയോൺമെൻറ്റൽ ഓർ എക്കോളജിക്കൽ ഇംബാലൻസ് തിയറി. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം ഇവിടെയുള്ള നാച്ചുറൽ റിസോഴ്സുകൾ ഇങ്ങനെ സ്ലോലി സിവിലൈസേഷനെ വീക്കൻ ചെയ്തു എന്നാണ് ഈ ഒരു ആർഗ്യുമെൻറ്റ് പറയുന്നത്. ഇത് ആരാണ് മുന്നോട്ട് വെക്കുന്നത്, D.D. കോസാംബി. നെക്സ്റ്റ് മക്കെയും വീലറും പറയുന്ന മറ്റൊരു ഒപ്പീനിയനാണ് ഫ്ലഡ് തിയറി. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്ലഡ്സ് കാരണമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിച്ചു പോയത്. M.R. സാഹ്നിയുടെ തിയറി ടെക്ടോണിക് അഥവാ എർത്ത് ക്വേക്ക് കാരണമാണ് ഇവർ നശിച്ചു പോയത് എന്നാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഏത് സൈറ്റിലാണ് എർത്ത് ക്വേക്കിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത്, കാലിബംഗൻ. അതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഓറൽ സ്റ്റെയിനും റൈക്സും. ഇവർ പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് അഥവാ റിവർ ഡ്രൈ ആയി പോയിട്ടാണ് ഇവരുടെ സിവിലൈസേഷൻ എൻഡ് ചെയ്തത് എന്നാണ്. പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ജോർജ് F. ഡെയിൽസിൻ്റെത്. ഇദ്ദേഹം പറയുന്നത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ട്രേഡിനെ വളരെ അധികം എംഫസൈസ് ചെയ്തിരുന്ന, അതിൽ വളരെ സപ്പോർട്ട് ചെയ്തിരുന്നൊരു ഗ്രൂപ്പായിരുന്നു. സോ ട്രേഡ് ഡിക്ലൈൻ ചെയ്തതായിരിക്കാം ഇവരുടെ എൻഡിലേക്ക് നയിച്ചത്. ഗ്രാജുവൽ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ തിയറി മുന്നോട്ട് വെക്കുന്നത് പിഗോട്ടും പെസൈലുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സഡൻ ആയിട്ടല്ല ഇൻഡസ് വാലി സിവിലൈസേഷന് ഡിക്ലൈൻ ആയത്, വളരെ ഗ്രാജുവലി ലേറ്റർ പീരീഡിൽ റൂറൽ കൾച്ചേഴ്സിലേക്കൊക്കെ ബ്ലെൻഡ് ആയിക്കൊണ്ട് സ്ലോലി ഡിസപ്പിയർ ചെയ്തതെന്നാണ് ഇത് പറയുന്നത്. സോ ഈ പേരിൽ തന്നെയുണ്ട് ഗ്രാജുവൽ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ തിയറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തിയറിയാണ് മൾട്ടി ഫാക്ടർ തിയറി. പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, റിവർ ഷിഫ്റ്റ് ഉണ്ട്, എക്കണോമിക് ഡിക്ലൈൻ ഉണ്ട്, ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഒരു സിംഗിൾ ഫാക്ടർ മാത്രമല്ല, പല കാരണങ്ങളാണ് ഇതിൻ്റെ ഡിക്ലൈനിലേക്ക് നയിച്ചത് തന്നെയാണ് പോസെലും ഷാഫറും പറയുന്നത്.
ഓരോ തിയറിയുടെ പേരും അതാരാണ് മുന്നോട്ട് വെക്കുന്നതെന്നും പലപ്പോഴും എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട്. സോ അതെന്തായാലും ടേബിൾ പോലെ വരച്ചെടുത്തിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഫൈനലി ഇൻ ദ ലാസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളാണ്. പലപ്പോഴും ഈ ടൈം ലൈൻസ് ചോദിക്കാറുണ്ട്. ഒന്നാമത്തത് ചാൾസ് മാസൺ ആണ് ആദ്യമായിട്ട് ഹാരപ്പൻ സിവിലൈസേഷനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇതിൻ്റെ വർഷം 1826 CE ആണ്. 1861 അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്യുന്നത്. ഏറെ വൈകാതെ 1875 തന്നെ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇവിടെയുള്ള സീലിനെ കുറിച്ചൊരു പബ്ലിക്കേഷൻ നടത്തി. ഹാരപ്പ എന്ന സൈറ്റിലെ എക്സ്കവേഷൻസ് ദയാറാം സാഹ്നിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് 1921 അതുപോലെ ബാനർജി മോഹൻജൊദാരോ ഡിസ്കവർ ചെയ്യുന്നത് 1922 ഡിസ്കവറിക്കും എക്സ്കവേഷനൊക്കെ ശേഷം ജോൺ മാർഷലാണ് ഇങ്ങനെയൊരു സിവിലൈസേഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്ന വർഷം 1924 ഇത് പലപ്പോഴും പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളൊരു ഇയറാണ്.